എലിയാസ് ആദ്യമായി അവളെ കാണുന്നത് മരവിപ്പിക്കുന്ന ആ മഴയത്താണ്. വടക്കൻ യൂറോപ്പിലെ വിജനമായ ഒരു കാട്ടുപാത. ഒരു വശത്ത് ഇരുണ്ട പൈൻകാടുകൾ, മറുവശത്ത് ഇരമ്പുന്ന കടൽ. സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. കാറിന്റെ ഗ്ലാസിൽ മഴ ആഞ്ഞു പതിക്കുന്നതുകൊണ്ട് മുന്നിലെ കാഴ്ചകൾ അവ്യക്തമായിരുന്നു. റേഡിയോയിൽ വെറും ഇലക്ട്രിക് ശബ്ദങ്ങൾ മാത്രം. ഇടയ്ക്ക് ആരോ സംസാരിക്കാൻ ശ്രമിക്കുന്നതുപോലെ തോന്നും, പക്ഷെ പെട്ടെന്ന് അത് നിശബ്ദമാകും. പെട്ടെന്നാണ് റോഡിന്റെ കൃത്യം നടുക്ക് ഒരു രൂപം തെളിഞ്ഞത്. ഒരു സ്ത്രീ. നനഞ്ഞൊട്ടിയ ഒരു കറുത്ത വസ്ത്രമായിരുന്നു അവളുടെ വേഷം. ആ കാട്ടിലും മഴയിലും അവളുടെ മുടി ഒരൽപ്പം പോലും അനങ്ങാതെ മുഖത്തേക്ക് വീണുകിടന്നു. അവൾ സഹായത്തിനായി കൈ കാണിക്കുന്നില്ല, ഓടി മാറുന്നില്ല. എലിയാസ് ആഞ്ഞു ബ്രേക്കിട്ടു. ടയറുകൾ റോഡിൽ ഉരസി കത്തുന്ന ശബ്ദത്തോടെ വണ്ടി അവളുടെ തൊട്ടുമുന്നിൽ നിന്നു. അവൻ വിൻഡോ അല്പം താഴ്ത്തി പുറത്തേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു, ഹേ, എന്തുപറ്റി? വല്ല സഹായവും വേണോ? മറുപടിയില്ല. അവൾ പതുക്കെ തലയുയർത്തി. രക്തമില്ലാത്ത വിളറിയ വെളുത്ത മുഖം. ജീവനുള്ള ഒരാളുടെ മുഖമല്ല അത്. ശ്വാസം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എലിയാസ് ആ ഭീകരമായ സത്യം ശ്രദ്ധിച്ചത്. അവൾ റോഡിൽ നിൽക്കുകയല്ല, വായുവിൽ പൊങ്ങി നിൽക്കുകയാണ്. അവളുടെ വസ്ത്രത്തിനു താഴെ പാദങ്ങളില്ല, ഷൂസോ കാലുകളോ ഒന്നുമില്ല, വെറും ശൂന്യത. പെട്ടെന്ന് അവൾ മുന്നോട്ട് നീങ്ങി. അത് നടക്കുകയായിരുന്നില്ല, മറിച്ച് വായുവിലൂടെ ഒഴുകി വരികയായിരുന്നു. ഒരുതരം അസ്വാഭാവികമായ ചലനം. പേടിച്ച് വിറച്ച എലിയാസ് സർവ്വശക്തിയുമെടുത്ത് വണ്ടി ആക്സിലറേറ്ററിൽ ചവിട്ടി അവളെ വെട്ടിച്ചു മുന്നോട്ടു പാഞ്ഞു. കാറിന്റെ മിററിലൂടെ അവൻ പിറകിലേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച അവന്റെ ചോര മരവിപ്പിച്ചു കളഞ്ഞുപോയി. അവളുടെ തല മനുഷ്യർക്ക് തിരിക്കാൻ പറ്റാത്ത അത്രയും ദൂരത്തിൽ കൃത്യം 180 ഡിഗ്രി പുറകിലേക്ക് തിരിഞ്ഞ് അവനെ തന്നെ നോക്കി നിൽക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അവൻ അടുത്തുള്ള ഒരു ഹോട്ടലിലെത്തി. കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള വെയിട്രസിനോട് അവൻ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൾ ചിരിക്കുമെന്നാണ് അവൻ കരുതിയത്. പക്ഷെ കേട്ടപാടെ അവളുടെ ചോര ഒഴിഞ്ഞു. നീ അവളെ കണ്ടു അല്ലേ? അവൾ രഹസ്യമായി ചോദിച്ചു. ദ റെയിനി വുമൺ. ആരാണവൾ? എലിയാസിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ആകാശമൊന്ന് കറുക്കുമ്പോൾ പെരുമഴയേത്തവൾ വരും. ഈ വിജനമായ റോഡുകളിൽ അവൾ ആരെയോ കാത്തുനിൽക്കും. അവളെ വണ്ടിയിൽ കയറ്റുന്നവരെ പിന്നെ ആരും കണ്ടിട്ടില്ല. എലിയാസ് ഒരുവിധം ധൈര്യം സംഭരിച്ച് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ വണ്ടി നിർത്തിയില്ലല്ലോ, ഞാൻ വണ്ടിയിൽ കയറ്റിയതുമില്ല, അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടില്ലേ? വെയിട്രസ് മറുപടി പറഞ്ഞില്ല. അവളുടെ കണ്ണുകൾ എലിയാസിന്റെ കസേരയ്ക്ക് താഴെയുള്ള തറയിലായിരുന്നു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിന്റെ കസേരയ്ക്ക് താഴെ ഇത്രയും വെള്ളം എവിടെ നിന്ന് വന്നു? എലിയാസ് താഴേക്ക് നോക്കി. അവൻ ഇരിക്കുന്നിടത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു, കട്ടികൂടിയ ഇരുണ്ട വെള്ളം. അവൻ അകത്ത് വന്നിട്ട് 10 മിനിറ്റോളമായി. അവന്റെ വസ്ത്രങ്ങൾ അത്രയ്ക്ക് നനഞ്ഞിരുന്നുമില്ല, പക്ഷെ തറയിൽ വെള്ളം പടരുകയാണ്. അവൻ പതുക്കെ തിരിഞ്ഞു നോക്കി. ഹോട്ടലിന്റെ വാതിൽ മുതൽ അവൻ ഇരിക്കുന്നിടം വരെ നനഞ്ഞ കാൽപ്പാടുകളൊന്നുമുണ്ടായിരുന്നില്ല. പകരം വെള്ളം വലിച്ചിഴച്ചുകൊണ്ടുവന്ന ഒരു വര മാത്രം. അത് എലിയാസിന്റെ കസേരയ്ക്ക് പിന്നിൽ അവസാനിക്കുന്നു. ഭയം കൊണ്ട് അവന്റെ തൊണ്ട വരണ്ടു. അവിടെ നിന്ന് മറ്റൊരു നനഞ്ഞ വര ഹോട്ടലിന്റെ ഇരുണ്ട നിഴൽമറയിലേക്ക് നീണ്ടുപോകുന്നു. ആരോ വസ്ത്രം വലിച്ചിഴച്ച് നടന്നതുപോലെ.